ഇന്ന് മെഹക്കോട്ട ദേവ എന്ന് പറയുന്ന ഫലവൃക്ഷത്തെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതൊരു ഫലവൃക്ഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ സത്യത്തിൽ ഇതൊരു ഫലവൃക്ഷമല്ല. കാരണം ഒരു പഴമെന്നുള്ള രീതിയിൽ ഇതൊരു അട്ടർ വേസ്റ്റാണ്. ആക്ച്വലി ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. മലയ് ഭാഷയിൽ ഇതിനെ ഗോഡ്സ് ക്രൗൺ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കിരീടം എന്നാണ് ഇതറിയപ്പെടുക. ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ വളരെ സുലഭമായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പഴങ്ങൾ ഇതിൻ്റെ ശിഖരങ്ങളിൽ തന്നെയാണ് കാണപ്പെടുന്നത്. പച്ചയായിരിക്കും, പിന്നൊരു തവിട്ട് നിറം അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാണാനൊക്കെ നമ്മുടെ പ്ലം പോലെ വളരെ സുന്ദരമാണ്. പക്ഷേ ഒരു ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ ഇതിന് ഞാനിടുന്ന മാർക്ക് 0 ആയിരിക്കും. കാരണം ഇതൊരു ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ ഒരു ടേസ്റ്റുമില്ല. ആക്ച്വലി നമ്മൾ ഇതിൻ്റെ പച്ചപ്പഴം വിഷാംശമുള്ളതാണ്. ഇതിനകത്തുള്ള അതിൻ്റെ സീഡും വിഷാംശമുള്ളതാണ്. എന്നാലിത് ചുവന്ന് കഴിഞ്ഞാൽ, ഇത് പാകമായി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കട്ട് ചെയ്യുക, വെയിലത്ത് വെച്ച് ഉണക്കുക, ചെറു തണലിൽ വെച്ച് ഉണക്കുക. ഉണക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ ഒന്നോ രണ്ടോ കുഞ്ഞു പീസ് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനോടൊപ്പം ഇട്ട് കഴിഞ്ഞാൽ ഷുഗർ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലൊരു ഔഷധമായിട്ട് പറയപ്പെടുന്നു. പക്ഷേ ഒരുപാടായി പോരുത്, കാരണം ഷുഗർ ഡൗൺ ആയിക്കഴിഞ്ഞാൽ പേഷ്യൻസിന് നല്ലതല്ല. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മാക്രോകാർപ്പ എന്നാണ്.